ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഡാഷ് വാസ് ദി ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ? ശരി ഉത്തരം ഓപ്ഷൻ എ, മൊണ്ടേക് സിംഗ് അൽവാലിയ. ബാക്കിയുള്ള ഓപ്ഷൻസിലെ വ്യക്തികളെയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഗുൽസാരി ലാൽ നന്ദ, the first and only acting Prime Minister of India, and he was the first deputy chairman of Planning Commission. Okay, അപ്പോൾ KC നിയോഗി ആണെങ്കിൽ he was the first chairman of Finance Commission of India. ഓക്കെ, ഇനി ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, മിസ്റ്റർ എം വിശ്വേശ്വരയ്യ. സർ എം വിശ്വേശ്വരയ്യ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഓഫ് ഇന്ത്യ. നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ in India celebrated annually on September 15th. Okay. ഇനി പ്ലാനിംഗ് കമ്മീഷൻ was set up on 15th March 1950 and the concept of 5-year plan was borrowed from Russia. ഓക്കെ, 2014 പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു. നീതി ആയോഗ് പകരമായിട്ട് വരുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം: വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് കോൾഡ് ദ ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? റൈറ്റ് ആൻസർ നാഗാലാൻഡ്. ഓക്കെ, അപ്പോൾ ആയിരക്കണക്കിന് ഫാൽക്കൺസ് എന്ത് ചെയ്യുന്നു? അവിടെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നാഗാലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫ്ലോക്ക് എല്ലാവരും കൂടെ എത്തുന്നത്. അതുകൊണ്ടാണ് അതിന്. ഓക്കെ, കുറച്ച് പോയിൻറ്സും കൂടെ നാഗാലാൻഡുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ദ പ്രോമിനൻറ്റ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ദ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ. നാഗാലാൻഡ് ബിക്കെയിം പാർട്ട് ഓഫ് ഇന്ത്യ ഇൻ 1963. അതുവരെ അസാമിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഒരു സ്റ്റേറ്റായിട്ട് മാറുന്നത് 1963 കൊഹിമ വാർ സെമിട്രി ഈസ് എ മെമ്മോറിയൽ ഫോർ സോൾജേഴ്സ് ഇൻ വേൾഡ് വാർ II. ആൻഡ് നാഗാലാൻഡ് വാസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് വില്ലേജ് ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ്. പട്കായ് റേഞ്ചസ് റൺ ത്രൂ നാഗാലാൻഡ്. നാച്ചുറൽ ബൗണ്ടറി ബിറ്റ്വീൻ നാഗാലാൻഡ് ആൻഡ് അസാം ഈസ് ധൻസിരി. ഓക്കെ, moving to the next question. Match the list 1 and list 2. Okay. Swami Vivekananda Ramakrishna Mission in the year 1897. കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് പഠിച്ചു പോവാം. ഗോപാലകൃഷ്ണ ഗോഖലെ ദ സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ ഇയർ 1905. ദയാനന്ദ സരസ്വതി ആര്യ സമാജം 1857. ആൻഡ് രാജാ റാംമോഹൻ റോയ് ബ്രഹ്മസമാജ് 1828. ഓക്കെ. Which one of the following books is not authored by ശ്രീനാരായണ ഗുരു? കുണ്ടലിനിപ്പാട്ട്, വിനായക അഷ്ടകം, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഇത് മൂന്നും നാരായണ ഗുരുവിൻ്റെയാണ്. അപ്പോൾ ഇവിടെ പെടാത്തത് വേദാന്ത സാരം. അത് സദാനന്ദ യോഗീന്ദ്ര ആണ് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഹു among the following organized the Harijan Sevak Sangh as a part of his constructive program for the removal of untouchability? Right answer option D, Mahatma Gandhi. അപ്പോൾ ഹരിജൻ സേവിക സംഘ് ഫൗണ്ടഡ് ബൈ മഹാത്മാ ഗാന്ധി ഇൻ ദി ഇയർ 1932. ഓക്കെ. ഇൻ ഇന്ത്യ all international treaties and agreements are made in the name of dash. ആരുടെ പേരിലാണ് ഈ അന്താരാഷ്ട്ര സംഘടനകളും ഇതൊക്കെ ഒപ്പിടുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് കുറച്ച് ഫാക്ട്സും കൂടെ ഒന്ന് പഠിക്കാം. ദ സോഴ്സ് ഓഫ് ദി പ്രസിഡൻറ്റ് എലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബോറോഡ് ഫ്രം അയർലാൻഡ്. ഓക്കെ, ആർട്ടിക്കിൾ 54. ആൻഡ് ഹൗവർ ദ റിമൂവൽ പ്രോസസ് ഓഫ് പ്രസിഡൻറ്റ് വാസ് ബോറോഡ് ഫ്രം ദ US കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 61. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPT ഇൻ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ചാറ്റ് ബോട്ട് ChatGPT? റൈറ്റ് ആൻസർ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. അഡീഷണൽ ഫാക്ട്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ChatGPT വാസ് ലോഞ്ച്ഡ് ഓൺ November 30, 2022 by USA's San Francisco based OpenAI. സാമുവൽ ആൽമൻ
Altman is the founder and CEO of OpenAI. ഓക്കെ, ഇദ്ദേഹമാണ് സാമുവൽ ആൾട്ട്മാൻ. ഓക്കെ, നമുക്ക് അഡീഷണൽ ഫാക്ട്സ്. IRCTC ഹാസ് പവേർഡ് എ വോയിസ് എനേബിൾഡ് ആസ്ക് ദിശ ചാറ്റ് ബോട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ IRCTCയുടെ ചാറ്റ് ബോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ക് ദിശയാണ്. അതുപോലെ അത് ഇറ്റ് ക്യാൻ ഓൾസോ ടോക്ക് ഇൻ ഹിന്ദി ലാംഗ്വേജ്. വി ക്യാൻ ഓൾസോ the customers can converse it with in Hindi language. Okay, virtual assistants such as Amazon Alexa is also a chat bot. അപ്പോൾ ചാറ്റ് ബോട്ടുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് ChatGPT നമുക്ക് ഫെമിലിയർ ആണ്. IRCTCയുടെ ആസ്ക് ദിശ ഇപ്പോൾ ഫെമിലിയറായി. പിന്നെ ആമസോണിൻ്റെ അലക്സിയ തീർച്ചയായിട്ടും നമ്മൾ ഫെമിലിയർ ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൗണ്ടേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. CV കുഞ്ഞിരാമൻ, കേരള കൗമുദി, which was established in the year 1911. ദേവ്ജി ഭീംജി, കേരളമിത്രം, 1881. മൂർക്കോത്ത് കുമാരൻ, മിതവാദി, 1907. ചെങ്ങലത്ത് കുഞ്ഞിരാമൻ മേനോൻ, കേരള പത്രിക, 1885. മഹാത്മാഗാന്ധി, ഇന്ത്യൻ ഒപ്പീനിയൻ, 1903. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാവേ. 1903 ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി ഇന്ത്യയിലാണോ അതോ സൗത്ത് ആഫ്രിക്കയിലാണോ തുടങ്ങിയത് എന്നുള്ളതെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സെലക്ട് ദ ചോയ്സ് വിച്ച് ഗിവ്സ് ദ മീനിങ്. എ ഫ്രീ മാർക്കറ്റ് സിസ്റ്റം ഇൻ വിച്ച് ടെമ്പററി പൊസിഷൻ ആർ കോമൺ ആൻഡ് ഓർഗനൈസേഷൻസ് ഹയർ ഇൻഡിപെൻഡൻറ്റ് വർക്കേഴ്സ് ഫോർ ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സ്. റൈറ്റ് ആൻസർ, ജിഗ് എക്കോണമി. ഓക്കെ. When did Bharatiya Nyaya Samhita Bill 2023 receive the assent of the President of India? Answer, option D, 25th December 2023. Additional facts. It came on effect 1st July 2024. It comprises of 20 chapters and 358 sections. Okay. The Women Reservation Act 2023 provides 33% reservation to women in 2023 106 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട് 33% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തത് ഓപ്ഷൻ ഡി, ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. കുറച്ച് ബുക്സും ഓതേഴ്സുമാണ്, കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അമർത്യ സെൻ, ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യ. രാമചന്ദ്ര ഗുഹ, ഗാന്ധി ബിഫോർ ഇന്ത്യ. രാഹുൽ പണ്ഡിറ്റ്, അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ്. BR അംബേദ്കർ, അൻഹിലേഷൻ ഓഫ് കാസ്റ്റ്. നമുക്ക് ചിത്രസഹിതം ഒന്ന് പഠിക്കാം. അപ്പോൾ അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് അംബേദ്കർ. ഓക്കെ. ഗാന്ധി ബിഫോർ ഇന്ത്യ രാമചന്ദ്ര ഗുഹ. Amartya Sen, The Argumentative India. Amartya Sen is a Nobel laureate in the year 1998 for economic science. Pandit Rahul Pandit, അല്ലേ, Our Moon Has Blood Clouds എന്ന ബുക്കാണ് അദ്ദേഹം രചിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ is the right answer, primary education. Additional points. Operation Blackboard was introduced in 1987-88 by National Policy of Education in 1986. Okay. What is the name of the recently launched autobiography of Nobel Prize laureate Kailash Satyarthi? 2014 കൈലാഷ് സത്യാർത്ഥി നൊബേൽ സമ്മാനം വിജയിയാകുന്നു. അദ്ദേഹം അന്ന് ഷെയർ ചെയ്തത് മലാല യൂസഫ് സായിയും കൈലാഷ് സത്യാർത്ഥി രണ്ടുപേർക്കാണ് അന്ന് സമാധാന നോബൽ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ഓപ്ഷൻ ഡി, ദിയാ സലായി. അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയുണ്ട്, ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? അഖിലത്തിരുട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ വൈകുണ്ഠസ്വാമികൾ. ആത്മോപദേശ ശതകം ഈസ് ബൈ ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ഈസ് ബൈ ചട്ടമ്പിസ്വാമികൾ. ഇവിടെ ഓൾ ആർ കറക്റ്റാണ് ശരിയായിട്ടുള്ള ആൻസർ, എല്ലാം ശരി തന്നെയായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെവൽസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഈസ് അച്ചീവ്ഡ് ബൈ റോട്ട് ലേണിംഗ്?
Right answer option A, remembering. Okay. The field of study which uses role play, simulation, and self evaluation as strategies for adult learners is known as. Yes, option B is the right answer. Andrology. The father of andrology is Malcolm Shepard Knowles. ഒന്ന് ഓർത്ത് വെക്കുക. Next question. Student portfolio is a tool for assessment. What assessment? Term assessment, formative assessment, or self-assessment? Option D, all the above ആണ് ശരി ഉത്തരം. Which level of teaching is also designated as exploratory understanding? Exploratory understanding ഏത് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി, റിഫ്ലക്റ്റീവ് ലെവൽ. A teacher provides several examples to teach a principle of sentence construction. Which medium of teaching is being practiced? Option C is the right answer, from particular to general. ഓക്കെ, അപ്പോൾ നമുക്കിനി ലിറ്റററി പാർട്ടിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മൈ ലാസ്റ്റ് ഡച്ചസ് ഈസ് റിട്ടൺ ബൈ. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആണെങ്കിൽ റോബർട്ട് ബ്രൗണിങ്, പക്ഷേ ഇറ്റ് ഈസ് ഇൻ ഏത് കപ്ലറ്റിലാണോ, ട്രിപ്ലറ്റ് ആണോ കപ്ലറ്റ് ആണോ എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, പെൻഡാമീറ്റർ കപ്ലറ്റ് ആണ് ശരി ഉത്തരം. ദ ചർച്ച്യാർഡ് ഇൻ ഗ്രേസ് എലിജി ഈസ് സെറ്റ് ടു ബി. ബക്കിംഗ്ഹാംഷെയറിലെ ഏത് പള്ളിയാണ് എന്നുള്ളതാണ് ചോദ്യം. ചർച്ച്യാർഡ്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റോക്ക് പോഗസ്. വോൾസോ ഇൻകാസ് ടെലിഫോൺ കോൺവെർസേഷൻ സറ്റയർസ് ഡാഷ് ആസ്പെക്ട് ഓഫ് റേസിസം. ഓപ്ഷൻ ഡി, ഡീഹ്യൂമനൈസിങ്. എമിലി ഡിക്കൻസ് poem Because I Could Not Stop for Death was first published under the title. Option D, The Chariot. Sylvia Plath's daddy is spent in. ക്ലൂ തരാം, 5 ലൈൻ ആണ് അതിന് പറയുന്നത് എന്ത്? യെസ്, ഓപ്ഷൻ ബി, ക്വെൻറ്റൈൻസ്. ഓക്കെ, അപ്പോൾ അത് പബ്ലിഷ് ചെയ്തത് അവരുടെ രണ്ടാമത്തെ പോയറ്റിക് കളക്ഷൻസ് ആയിട്ടുള്ള ഏരിയലിലാണ്. നമുക്ക് അതിൻ്റെ ഡേറ്റും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഏരിയൽ ഈസ് സിൽവിയ പ്ലാത്ത് സെക്കൻഡ് കളക്ഷൻ ഓഫ് പോയട്രി. ഇറ്റ് വാസ് ഫസ്റ്റ് റിലീസ്ഡ് ഇൻ 1965. ഓക്കെ, 2 years after her death by suicide. Okay. Nora at the end of the play asserts that she is first and foremost. ഡോൾസ് ഹൗസിലെ നോറ അല്ലേ ഈ ചിത്രത്തിൽ കാണുന്നത് ഹെൻറിക് ഇബ്സൺ ആണ്. ഓപ്ഷൻ സി, ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ. ദ ഡെത്ത് ഓഫ് സെയിൽസ്മാൻ ഈസ് പ്രൈമർലി അബൌട്ട് ഡാഷ് ഓഫ് അമേരിക്കൻ ഡ്രീം. ഓർദർ മില്ലർ ആൻഡ് ഹോളിവുഡിലെ അന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടിയാണ്. പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു. Okay, option B, the absolute hollowness. Okay, next. At the end of the importance of the importance of being earnest, it is revealed that Jack is Lady Bracknell's. Okay, the Oscar Wilde the importance of being earnest le Jack എന്താണ് റിവീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേഡി ബ്രാക്നലിൻ്റെ ആരായിട്ടാണ്? The answer is nephew. Okay. Next question. G.B. Shaw claimed that his character Professor Henry Higgins was modelled on. Right answer, Henry Sweet. Okay, next question. Dash is composed in the Hiberno-English A, dialect of native or of Ireland. അപ്പോൾ ഹൈബർനോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത് ഏത് അയർലൻഡിലെ ഒരു ഡയലക്റ്റാണ്. അത് ഏത് പ്ലേയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ശരി ഉത്തരം JM സിംഗ് റൈഡേഴ്സ് ഓഫ് ദി സീ ആണ്. ഓർത്ത് വെക്കുക. അക്കോർഡിംഗ് ടു ബേക്കൺ വി മസ്റ്റ് റീഡ് ടു ഡാഷ്.
4 ഓപ്ഷൻസ് ഉണ്ട് വായിക്കാൻ പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വെയ് ആൻഡ് കൺസിഡർ. റിച്ചാർഡ് സ്റ്റീൽസ് ട്രംപറ്റ് ക്ലബ് ഡീൽസ് വിത്ത്. ഓപ്ഷൻ ബി ദ ഫോളീസ് ഓഫ് ഈഗോട്ടിസം. ഓക്കെ. ഡാഷ് യൂസ്ഡ് ദ സിനോണിം ആൽഫ ആൻഡ് ദ പ്ലൗ. അദ്ദേഹം റൈഡേഴ്സ് ഓഫ് ദ സീ എഴുതിയ വ്യക്തിയാണ്. സോ ആൻസർ ഈസ് ജെ.എം. സിഞ്ച്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ആണ് ആൽഫ ആൻഡ് ദി പ്ലൗ. ഓക്കെ. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ജയിൽഡ് ഫോർ ഹിസ് ഫാസിസം. ഈ 4 ഓപ്ഷൻസിൽ ഈ ചിത്രം നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബർട്ടൺ റസൽ. ഓക്കെ. ഡാഷ് ഈസ് എ റിഫൈൻഡ് വെർഷൻ ഓഫ് ദി ഓതേഴ്സ് ഓൺ സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി കോൾഡ് ദ ജെന്റിൽമാൻ കോളർ. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു പെറ്റ് ലവർ ആയിട്ടുള്ള ടോണി മോറിസനാണ്. സോ ഓപ്ഷൻ സി, ദ ഗ്ലാസ് മിനേജിയ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is not a characteristics of neoclassicism? Right answer, option B, the glory of the imperfect. Glory of the imperfect. Okay. Who among the following is not a member of Prologue linguistic circle? Who among the following is not a member of Prague linguistic circle? Option C, വിക്ടർ സ്ലോവാസ്കിയോ. പ്രേഗ് ലിംഗ്വിസ്റ്റിക് സർക്കിളിൻ്റെ മെമ്പർ അല്ലാത്തത്. ഓക്കെ. നെക്സ്റ്റ്. ഇൻ വിച്ച് among the books that Derrida state that there is nothing outside the text? ജേക്കസ് ഡെറിഡ അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് പറയുന്നത് there is nothing outside the text? Option A, of Grammatology. Okay. In which among the following phrase are women historically enabled to reject the accommodating postures of femininity and to use literature to dramatize the ordeals of wronged womanhood? ഈ ഒരു കൺസെപ്റ്റ് ഏത് ഫേസിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി, ഫെമിനിസ്റ്റ് ഫേസ്. ഓക്കെ. More and more mankind will discover that we have to turn to poetry to interpret life for us, to control us, to sustain us. Whose words are these? ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണിത് പറഞ്ഞത്. ഓപ്ഷൻ സി, മാത്യു ആർണോൾഡ്. The last phoneme of the word garage is voiced palato-alveolar fricative. Okay. Which of the following is not an active articulator? ശരി ഉത്തരം അപ്പർ റോ ടീത്ത് ആണ്. ഓക്കെ. വിച്ച് among the following statements are a first to the concept of lang? It means the abstract knowledge of the language. It is similar to Chomsky's competence. It is the system underlying speech activity. ശരി ഉത്തരം all of these. Okay. Next question. Who among the following can be defined as the quality of the voice is determined by the frequency of the number of vibrations of vocal cords per seconds? Right answer, pitch. Okay. Next question. Which among the following is not a Roman language? Spanish, Portuguese, Romanian ഒക്കെ Roman language ആണ്. So answer is Irish. Okay. Number of morphemes in the word uneventfulness. അത് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ? 4. ഓക്കെ, മോർഫീംസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ്, നമുക്ക് കുറച്ച് സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ നമുക്കൊന്ന് പഠിച്ചാലോ. ഇൻഡസ്ട്രിയസ് സിനോണിം ഹാർഡ് വർക്കിംഗ്, എന്നാൽ ഓപ്പോസിറ്റ് ലേസി. ടാഞ്ചിബിൾ റിയൽ, പാൽപ്പബിൾ, ഇൻടാഞ്ചിബിൾ. ജിയോപാഡി പെരിൽ, ഡേഞ്ചർ, സേഫ്റ്റി, ഓപ്പോസിറ്റാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പെറിൽ, ഡേഞ്ചർ സിനോണിം. സഗേഷ്യസ് സിനോണിം വൈസ്, ആൻറ്റോണിം സ്റ്റുപ്പിഡ്, ഫൂളിഷ്. വിൻസം സിനോണിം ചാമിങ്, അപ്പീലിംഗ്. ആൻറ്റോണിം
അൺഅപ്പീലിംഗ്, റിപ്പൾസീവ് അല്ലെങ്കിൽ അൺഅട്രാക്റ്റീവ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ. ഒന്ന് ആൻസർ കണ്ടെത്തിയേ. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ആണ് അല്ലേ? റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ശരി. ദ എക്സ്പ്രഷൻ ഗോഡ് ബ്ലെസ് യു ഇല്ലസ്ട്രേറ്റ്സ് ദ ഡാഷ്. സബ്ജക്റ്റീവ്, ഇൻഡക്റ്റീവ്, അതുപോലെ ഇമ്പറേറ്റീവ്, 3 ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ട് ഒരു വെർബിന്. മൂഡ്, ഓക്കെ. ഇവിടുത്തെ ആൻസർ ഫോർമാലിക് സബ്ജക്റ്റീവ് ആണ്. നമുക്കൊന്ന് ഒന്ന് മൂഡുകൾ ഒന്നൊന്ന് പഠിച്ചാലോ? വെർബിൻ്റെ ആ ഒരു മോഡുകൾ. മോഡ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വെർബ് വിച്ച് ഷോസ് ദ മോഡ് ഓഫ് മൂഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ. ഓക്കെ, അപ്പോൾ വെർബിൻ്റെ മൂഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് 3 ടൈപ്പായിട്ടാണ് അതിനെ ഈ മൂഡുകളെ തിരിച്ചിട്ടുള്ളത്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് പഠിച്ചിട്ടുണ്ടാകും. ഇത് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അസർട്ടീവും പിന്നെ ക്വസ്റ്റ്യൻസും ഫാക്റ്റും. അതുപോലെ നമ്മുടെ എക്സ്ക്ലമേഷൻസ് ഒക്കെ വരുന്നത് ഇൻഡക്റ്റീവ് മൂഡാണ്. പിന്നെ റിക്വസ്റ്റ്, കമാൻഡൊക്കെ വരുമ്പോൾ ഇമ്പരേറ്റീവ് മൂഡാണ്. ആൻഡ് സബ്ജക്റ്റീവ് മൂഡിലാണ് നമ്മൾ കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇഫ് ഐ വെയർ എന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റീവ് മൂഡാണ്. എന്താണ് നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ഇപ്പോൾ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയുന്നത് ഫോർമാലിക് സബ്ജക്റ്റീവാണ്. ശരി, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഗ്രാമർ പാർട്ട് സെപ്പറേറ്റ്, ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഗ്രാമർ പാർട്ടിൽ നമുക്കത് പിന്നീട് ഒന്ന് ചെയ്യാം. ഓക്കെ, എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം, എലിപ്സസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രമാറ്റിക് ഒമിഷൻ ആണ് കേട്ടോ. ഒന്നും കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. വൈൽ റൈറ്റിംഗ് എലിപ്സസ് ഈസ് എ സെമാൻറ്റിക്കൽ ലിങ്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പഞ്ച്വേഷൻ മാർക്കാണ്. ഒരു 3 ഡോട്ട്സ് ഇടുന്ന, നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ 3 കുത്തെടുത്തില്ലേ, അതാണ് എലിപ്സസ് എന്ന് പറയുന്നത്. ചില വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒമിറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മൾ അണ്ടർസ്റ്റുഡ് ആവണം, അല്ലെങ്കിൽ റീഡേഴ്സ് എന്താണെന്നുള്ളത് അവിടെ ഉദ്ദേശിക്കണം. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉദ്ദേശിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും ഈ എലിപ്സസ് എന്ന് ഉദ്ദേശിക്കുന്നതിലൂടെ റൈറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Please hit the like and share the video. Thank you.